ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് സംസ്ഥാനത്തിന് പുറത്തു താമസിക്കുന്ന 23-കാരി AICC KPCC നേതൃത്വങ്ങൾക്ക് പരാതി നൽകി. പരാതി ലഭിച്ചെന്ന് സ്ഥിരീകരിച്ച KPCC നേതൃത്വം അത് DGPക്ക് കൈമാറി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായാണ് പരാതി ലഭിക്കുന്നതെന്ന KPCC അധ്യക്ഷന്റെ വാദം തെറ്റാണ് എന്നതിന് തെളിവും പുറത്തു വന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ച യുവതിയാണ് KPCC നേതൃത്വത്തിനും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കും ഔദ്യോഗികമായി പരാതി നൽകിയത്. സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന യുവതി നേരിട്ടത് ക്രൂര പീഡനം. വിവാഹ വാഗ്ദാനം നൽകി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചത്. രാഹുൽ ശരീരമാകെ ആക്രമിച്ചു മുറിവേൽപ്പിച്ചു. ആദ്യ ആക്രമണത്തിന് ശേഷം രാഹുൽ വിവാഹ വാഗ്ദാനം പിൻവലിച്ചു. ഗർഭിണിയാകണമെന്ന് രാഹുൽ തന്നോട് ആവശ്യപ്പെട്ടെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു. ഫെന്നി നൈനാനാണ് രാഹുലിന്റെ സുഹൃത്തിന്റെ കേന്ദ്രത്തിലേക്ക് യുവതിയെ എത്തിച്ചത്. അവിടെ വെച്ചായിരുന്നു അതിക്രൂര പീഡനം. ഇൻസ്റ്റാഗ്രാം മുഖേന 2023-ലാണ് രാഹുൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചത്. അതിനുശേഷം ഫോൺ നമ്പർ വാങ്ങി. പിന്നീട് മെസ്സേജ് അയച്ചതും ബന്ധം സ്ഥാപിച്ചതും ടെലഗ്രാമിലൂടെ. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചായിരുന്നു രാഹുലിന്റെ പ്രവൃത്തിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു. യുവതി ഇതിനകം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. രാഹുലിനെതിരെ പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചില്ലെന്ന KPCC അധ്യക്ഷന്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിജീവിത പരാതി നൽകിയിട്ടുണ്ട്. ഇത് നേതൃത്വം മുക്കി. ഇപ്പോഴത്തെ പരാതി കിട്ടിയ കാര്യം സ്ഥിരീകരിച്ച കോൺഗ്രസ് നേതൃത്വം DGPക്ക് കൈമാറി. 24 കൊച്ചി. അതിനിടെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ടെത്താൻ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നു. കർണാടകയിലെ അന്നക്കലിലെ നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിലാണ് രാഹുൽ ഒളിവിലുള്ളത് എന്ന വിവരം 24 പുറത്തുവിട്ടു. അതിനിടെ അടച്ചിട്ട മുറിയിൽ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രോസിക്യൂഷനും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത സംഭവത്തിൽ പോലീസ് കെയർടേക്കറുടെ മൊഴി രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി നാളെയാണ് പരിഗണിക്കുന്നത്. ഹർജിയിലെ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്നാണ് രാഹുലിന്റെ പുതിയ ആവശ്യം. അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്ളാറ്റിന്റെ CCTV ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചെന്ന നിഗമനത്തിൽ കെയർടേക്കറുടെ മൊഴി SIT രേഖപ്പെടുത്തി. രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ യുവനടിയുടേത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കാർ സംരക്ഷിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്നാണ് സൂചന. കാർ സൂക്ഷിച്ചത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാറ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ MLAക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെ പ്രതികരണം. ഒരു കാരണവശാലും അതിലൊരു സത്യമില്ല. ആ കാറ് ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ വീട്ടിൽ ആ കാറ് വന്നിട്ടുമില്ല, ആ കാറുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എൻ്റെ കാറ്, ഈ കാറ് മാത്രമേ എൻ്റെ അടുത്ത് ഇവിടെയുള്ളൂ. രാഹുൽ കഴിഞ്ഞ ദിവസം വരെയുണ്ടായിരുന്ന തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ബാഗലൂരുവിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഇവിടെ നിന്ന് മുങ്ങിയ രാഹുൽ കർണാടകയിലെ അനേകലിലാണുള്ളതെന്നാണ് സൂചന. നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നതായും സൂചനയുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് ഗൗരവമായി പരിഗണിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുതിയ പരാതി KPCCക്ക് ലഭിച്ച ഉടൻ തന്നെ പോലീസിന് കൈമാറിയെന്ന് ഷാഫി പറമ്പിൽ. നിയമപരമായി തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കോൺഗ്രസ് ഇതാണ്. കോൺഗ്രസിനൊരു പരാതി കോൺഗ്രസ് പ്രസിഡന്റിന്, KPCC പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അതേ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ. ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു. ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും, ഉറപ്പായി. ഒറ്റയ്ക്ക് എനിക്കോ പ്രസിഡന്റിനോ എടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും, ഉറപ്പായി എടുക്കും. ഇനി പോലീസിൻ്റെ നടപടികൾ എന്താണോ, ലീഗലി ഈ കാര്യങ്ങൾ കോടതിയിൽ എങ്ങനെ നിൽക്കുമോ എന്നതിനെല്ലാം ശേഷം തുടർന്ന് പാർട്ടി എന്തെങ്കിലും നിലപാട് അടുത്തതായി എടുക്കേണ്ടതുണ്ടെങ്കിൽ എടുക്കും. പാർട്ടി പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കും. വന്ന പരാതി CPM ഒക്കെ ചെയ്യുന്ന പോലെ പാർട്ടിക്കകത്തെ ഒരു സംവിധാനത്തിലേക്കല്ല, DGPക്കാണ് അയച്ചിട്ടുള്ളത്. ഇനി ലീഗലായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സെൻട്രൽ ജയിലിലും രാഹുൽ നിരാഹാര സമരം തുടരും. 4-ാം പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുന്നത്. അതിജീവിതയെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുന്നു. നിരാഹാരം തുടരുമെന്ന് ജയിൽ സൂപ്രണ്ടിന് എഴുതി നൽകിയതിന് പിന്നാലെ പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് രാഹുലിനെ മാറ്റി. മുഴുവൻ സമയ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും രാഹുൽ ഈശ്വർ. ഇന്നലെ കോടതി ജാമ്യം നിഷേധിച്ചതു മുതൽ ചായയും വെള്ളവും മാത്രമാണ് രാഹുലിന്റെ ഭക്ഷണം. ജാമ്യത്തിനായി ഉടൻ തന്നെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ഭാര്യ ദീപ രാഹുലിനെ ജയിലിലെത്തി സന്ദർശിച്ച ശേഷം പ്രതികരിച്ചു. ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നുമല്ല. ഇപ്പം ലോകം മുഴുവൻ, സമൂഹം മുഴുവൻ ഒരു വ്യക്തിയെ, ഇതിനകത്തിപ്പോൾ ഇര എന്ന് പറയുന്ന ഒരാളില്ല, 2 വ്യക്തികളാണ്. ഒരു വ്യക്തിയെ എല്ലാവരും കുറ്റം പറയുന്നു, മറ്റൊരു വ്യക്തി പറയുന്നതിനുള്ളിലും കള്ളമുണ്ട്, അതിനകത്തും തെറ്റായ ഫാക്ട്സ് ഉണ്ട് എന്നുള്ളത് തുറന്നു വിളിച്ച് പറഞ്ഞതിനാണല്ലോ ഇപ്പോൾ 2 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. അപ്പം അതിനോടുള്ളൊരു പ്രതിഷേധം, നീതിക്ക് വേണ്ടിയുള്ള പ്രതിഷേധം. കേസിൽ 4-ാം പ്രതിയും KPCC ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നീക്കം നടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. JMM NDAയിലേക്ക് എന്നാണ് സൂചന. ഹേമന്ത് സോറൻ BJP നേതാക്കളുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തുടർ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഹേമന്ത് സോറൻ ഡൽഹിയിൽ തുടരുന്നു എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും. ബൽറാം, ജാർഖണ്ഡിൽ എന്താണ് പൊടുന്നനവെ ഇത്തരമൊരു രാഷ്ട്രീയ നീക്കം? JMM NDAയുടെ ഭാഗമാവുകയാണോ? എന്തെങ്കിലും വിവരങ്ങൾ, സ്ഥിരീകരണം ഇക്കാര്യത്തിലുണ്ടോ? വിജയകുമാർ, ഇത് പൊടുന്നനെയുള്ള ഒരു മാറ്റമല്ല, മറിച്ച് കുറച്ചു കാലമായി BJP നേതാക്കൾ JMMുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനുമായി ബന്ധം പുലർത്തുന്നുണ്ട്. നിരന്തരമായി നടത്തുന്ന ഒരു ചർച്ചയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു കക്ഷി മാറ്റം അല്ലെങ്കിൽ ജാർഖണ്ഡിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സാധ്യത തെളിയുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ സഖ്യവുമായി ഈ JMM അല്പകാലമായി അകന്ന് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് പാർലമെന്റിലെ ചില നിലപാടുകളുടെ കാര്യത്തിലും ഒപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ JMMനെ പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. JMMന് സ്വാധീനമുള്ള 12ഓളം സീറ്റുകൾ കൃത്യമായി തന്നെ ഈ ബീഹാറിലുണ്ട്. അത് JMM അവകാശവാദം ഉന്നയിക്കുകയും മഹാസഖ്യത്തിന്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൽ അവഗണിക്കപ്പെട്ടു. തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ പിന്മാറുകയായിരുന്നു. ഇതെല്ലാം തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ബീഹാറിലുണ്ടായ NDAക്കുണ്ടായ വലിയ വിജയവും ഇത്തരത്തിൽ ഹേമന്ത് സോറനെ പെട്ടെന്ന് NDAയോട് അടുപ്പിക്കാൻ കാരണമായതായി പറയപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ BJP കേന്ദ്ര നേതാക്കളുമായി ഹേമന്ത് സോറൻ തന്നെ ചർച്ചകൾ നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഇരുപക്ഷവും ഇതുവരെയും അക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. എന്നാൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്കുള്ള ചർച്ചകൾ JMMും BJP തമ്മിൽ ചർച്ചകൾ നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമാകുന്ന പ്രതികരണവും ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ, റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്ത തള്ളി 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ്. ഒരു തട്ടിപ്പുകാരന്റെ വ്യാജ പരാതിയിലെടുത്ത കേസിലെ വിവരങ്ങളാണ് തനിക്കെതിരെ റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. വ്യാജ വാർത്തയിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച റിപ്പോർട്ടർ ചാനലിനെതിരെയും കള്ളപ്പരാതി നൽകിയ അബ്ദുൽ സലാമിനെതിരെയും 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ നടപടി തുടങ്ങിയെന്നും 24 ചെയർമാൻ പറഞ്ഞു. കേസിൽ തെളിവ് ലഭിക്കാത്തതിനാൽ ഇതുവരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടില്ല എന്നാണ് പോലീസ് നിലപാട്. 2000 കോടി തട്ടിച്ചെന്ന കള്ളപ്പരാതിയാണ് അബ്ദുസലാം നൽകിയിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. വാർത്ത വ്യാജമെന്ന് 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ് വ്യക്തമാക്കി. വ്യാജവാർത്തയിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച റിപ്പോർട്ടർ ചാനലിനെതിരെയും കള്ളപ്പരാതി നൽകിയ അബ്ദുസലാമിനെതിരെയും 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ നടപടി തുടങ്ങിയെന്നും 24 ചെയർമാൻ. ഒരു തട്ടിപ്പുകാരൻ്റെ കുപ്രചരണം മുഖവിലക്കെടുത്ത് അവർ ഇന്ന് പറഞ്ഞ ന്യൂസ് അടിസ്ഥാനരഹിതമാണ്. ഞാനതിനെ മുഴുവനായും തള്ളിപ്പറയുന്നു. എൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസിന് പരാതി നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്.
100 കോടി രൂപ മാനനഷ്ടം ചോദിച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ദുസലാമിൻ്റെ പേരിലും റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിലും ഇന്ന് തന്നെ അതിന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദിനെതിരെ കള്ളപ്പരാതി നൽകിയ അബ്ദുസലാം ഇതുവരെ പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ടില്ല. ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കാൻ 3 തവണയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. 2018 നടന്നുവെന്ന് പറയുന്ന സംഭവത്തിൽ 2025 എന്തിന് പരാതി നൽകിയെന്ന പോലീസിന്റെ ചോദ്യത്തിനും അബ്ദുസലാമിന് മറുപടിയില്ല. മർദ്ദനം നടന്നെന്ന് പറയുന്ന ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അന്നത്തെ രജിസ്റ്ററും CCTVയുമില്ലെന്ന് ഹോട്ടൽ രേഖാമൂലം അറിയിച്ചു. തെളിവുകളില്ലാത്തതിനാൽ കേസിൽ ഇതുവരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. 24 കൊച്ചി. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് തീരുമാനിക്കുന്ന ബാർക്കിൽ റേറ്റിംഗ് തട്ടിപ്പ് നടത്തിയതിന് റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ആൻഡോ അഗസ്റ്റിൻ 2ാം പ്രതിയും ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥ് 1ാം പ്രതിയുമാണ്. കളമശ്ശേരി പോലീസാണ് കേസെടുത്തത്. ബാർക്ക് റേറ്റിംഗ് തിരിമറിയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തെളിവ് സഹിതം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് FIR. അതിനിടെ ബാർക്ക് തട്ടിപ്പ് സംബന്ധിച്ച 24 വാർത്ത, റിപ്പബ്ലിക് ഉൾപ്പെടെ ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ ചർച്ചയാക്കി. ബാർക്ക് റേറ്റിംഗിൽ കോടികൾ കോഴി നൽകി തട്ടിപ്പ് നടത്തുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ 24ന്റെ ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തുകൊണ്ടുവന്നിരുന്നു. ഡേറ്റയിൽ കൃത്രിമം കാണിച്ച് പരസ്യദാതാക്കളെയും കാഴ്ചക്കാരെയും വഞ്ചിക്കുക എന്ന ഗൂഢാലോചന 24 വെളിപ്പെടുത്തി. ട്രസ്റ്റ് വാലറ്റിലൂടെയും USDTയിലൂടെ ക്രിപ്റ്റോ കറൻസിയായുമാണ് പണം ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിന് റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിൻ കൈമാറിയത്. കോടികൾ നൽകി പ്രേക്ഷക പിന്തുണ വ്യാജമായി നേടുന്നതിനെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ കേരള മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടന്നു. തെളിവുകൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് റിപ്പോർട്ടർ TV സ്ഥിതി ചെയ്യുന്ന കളമശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നത്. 1ാം പ്രതി ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥും 2ാം പ്രതി റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിനുമാണ്. വഞ്ചന, കൃത്രിമരേഖ ചമയ്ക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. ബാർക്ക് ഡാറ്റയിൽ പണം വാങ്ങി കൃത്രിമത്വം കാണിച്ച് പരസ്യദാതാക്കളെയും മറ്റ് ചാനലുകളെയും കാഴ്ചക്കാരെയും വഞ്ചിച്ചു എന്ന് കാട്ടി 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ കേന്ദ്ര വാർത്താവിതരണ മന്ത്രിക്കും ബാർക്ക് CEOയ്ക്കും പരാതി നൽകിയിരുന്നു. ബാർക്കിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കണമെന്ന് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ വാർഷിക സമ്മേളനവും ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെയും തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ റിപ്പോർട്ടർ ഉടമ ബാർക്ക് തിരിമറി കേസിലും പ്രതിയാവുകയാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ 24 പുറത്തുവിട്ട വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. റിപ്പബ്ലിക് TV ഈ വിഷയത്തിൽ വിശദ ചർച്ച നടത്തി. But we have got some very clear indications. I must say very clear some indications that there has been some financial dealings between the channel owner and this Bark guy. And the second accused, he is leading a channel here. He is the managing director of the reporter channel. His name is Mr. Anto Augustine. He is the second accused, and there are some unidentified persons who are also part of this FIR. ദേശീയ മാധ്യമങ്ങൾക്ക് പുറമെ രാജ്യത്തെ പ്രാദേശിക മാധ്യമങ്ങളും 24 പുറത്തുവിട്ട ബാർക്ക് തട്ടിപ്പ് വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിനും ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും തമ്മിലുള്ള കോടികളുടെ ഇടപാടിൽ അന്വേഷണം വേണമെന്ന് വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. 24 കൊച്ചി. സംസ്ഥാനത്ത് SIR നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി. നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അതേസമയം എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീണ്ടും നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യം പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ബോച്ചെ ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കോഴിക്കോട് പ്രവർത്തനം തുടങ്ങി. ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം അഞ്ജന പ്രകാശും ചേർന്നാണ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഡിസൈനുകൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിചയസമ്പന്നരായ തൊഴിലാളികൾ ഉയർന്ന ഗുണനിലവാരത്തിൽ നിർമ്മിച്ചു നൽകും. സ്വന്തം യൂണിറ്റിൽ നിർമ്മിക്കുന്നതിനാൽ മാർക്കറ്റിൽ മറ്റെവിടെയും ലഭിക്കുന്നതിലും കുറഞ്ഞ വിലയിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. വരുന്ന കസ്റ്റമേഴ്സിന് മാർക്കറ്റിൽ ഇല്ലാത്ത എന്ത് ഡിസൈൻ കാണിച്ചു തന്നാലും ഞങ്ങളുടെ കളക്ഷനിലാണെങ്കിലും അവർ കൊണ്ടുവരുന്ന ഡിസൈൻ ആണെങ്കിലും അത് ഒരാഴ്ചക്കുള്ളിൽ പണിത് ഇവിടെ ഇട്ട് നോക്കി അതിന്റെ മാച്ചിങ് നോക്കി ഒക്കെ സെറ്റാക്കി പോവാന്നുള്ളതാണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്ത് വാങ്ങാം എന്നത് ഒരു പ്രത്യേകത. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു റീജിയണൽ ബോച്ചെ ഡയമണ്ട്
മാനുഫാക്ചറിങ് ഇവിടെ തുടങ്ങാൻ കാരണം. പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ നടന്നുകൊണ്ടിരിക്കുക. കാറില്ലാത്തവരും കാറുള്ളവരും കാറുള്ളവർക്ക് രണ്ടാമത്തെ കാറ് സ്വപ്നം കാണുന്നവർക്കൊക്കെ ഗ്രാൻഡ് വിറ്റാറ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.